ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വെയിലെണ്ണ തിരിച്ചു വന്നിട്ടെന്ന് ചൊല്ലി വന്നു തോന്നുന്നു. നമ്മൾ പോകണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഞാനും ഷിങ്കു ഇന്ന് ദുബായിലോട്ട് പോവാണ്. ഷിങ്കുവിൻ്റെ ഫാമിലീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 3 ആഴ്ച അല്ലേ. ഞങ്ങൾ നവംബർ 17 തിരിച്ചു വരും. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ദിവസം ഞങ്ങൾ ദുബായിലായിരിക്കും, അജ്മാനിലായിരിക്കും. ഷിങ്കുവിൻ്റെ ഫാമിലി എല്ലാവരും താമസിക്കുന്നത് അജ്മാനിലാണ്, വാപ്പ മാത്രം ദുബായിൽ. സോ ഇന്ന് നമ്മൾ പാക്കിംഗ് വീഡിയോ ആണ്. എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് വേണ്ടി കൊണ്ടുപോകണമെന്ന് മൊത്തം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കുകയാണ്. നമ്മളെ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടാകും, ഫുൾ പാക്കിംഗ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളെ ആയിഷ, പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് അറിയത്തില്ല, ആയിഷേൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്. അതായത് ഷിങ്കു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആയിഷേൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പം ഇന്നിപ്പോൾ അവിടെ എത്തി. ഇന്നലെ രാത്രി ബസ് കയറിയതാണ്, ഇന്ന് രാവിലെ ഇപ്പോൾ അവിടെ എത്തി. വീട്ടിലെത്തിയില്ലേ? ഓൾ സേഫ് ഗൈസ്. സോ ഉമ്മ അടുക്കളയിൽ, ഞാൻ എണീറ്റ് വന്ന അവിടെ എടുക്കുന്ന വീഡിയോ. രാത്രി ഫുള്ള് പെരും മഴ. ഇപ്പൊ നല്ല അത്യാവശ്യം എല്ലാ എന്തോ ഒരു ചുഴലിക്കാറ്റ് വരുന്നുണ്ട്, വൻ മഴ വരുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ഇന്നലെ രാത്രി വൻ കാറ്റും മഴയും. ഇപ്പൊ നല്ല കാലാവസ്ഥ, നല്ല ഇല്ല, ആ വെയില് പോയി. നല്ല നീല ആകാശമൊക്കെ ഉണ്ട്. പക്ഷെ വയനാട്ടിൽ നല്ല തണുപ്പാട്ടോ. നമ്മൾ പോകുമ്പോൾ ഏറ്റവും വലിയ വിഷമം എന്താ അറിയോ? എങ്ങനെ ഉറങ്ങിയോ നിന്നാലും എനിക്ക് അറിയൂല. നീ ടോക്കിയോന്റെ കാര്യം ഒന്ന് വിട്ടേ വന്നേ. വാ, പോകുമ്പോഴുള്ളൊരു വിഷമം. പിന്നെ നമ്മളെ വണ്ടി ഇന്നിപ്പം കഴുകി കുട്ടപ്പനാക്കിയിട്ട് ഇവിടെ എടുത്തു വെക്കണം. ഉപ്പച്ചി ഓടിക്കുന്നില്ല എന്നാണ് ഉപ്പച്ചി പറഞ്ഞത്. ഉപ്പച്ചി ഓടിക്കുകയാണെങ്കിൽ ഓടിച്ചോട്ടെ, അത് ഉപ്പച്ചിൻ്റെ ഇഷ്ടം പോലെ ഉപ്പച്ചി ചെയ്യട്ടെ. അപ്പോൾ വാ. പിന്നെ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ അടക്കളയിൽ നിന്ന് ഇങ്ങനെ ബീഫിൻ്റെ കുത്തുന്ന സ്മെല്ല്. വാ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചെന്നുണ്ട്, കണ്ടമാനം ബീഫ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ ബീഫ് ഇച്ചിരി ഉള്ളൂ. ആണോ? അതായത് ബീഫ് അങ്ങനെ തന്നെയാ, കാണുമ്പോൾ കുറേ ഉണ്ടാവും, പിന്നെ കുറയും. വീട്ടിലേക്ക് കൊണ്ടുപോവാൻ പെട്ടി നോക്കി. ഇതിലേത് പെട്ടി കൊണ്ടുപോകണേ? ബ്ലാക്ക് എടുക്കാം. അപ്പം മാച്ച് ഇഷ്ടമുള്ള ഉണ്ടോ? വാ. 6 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് തിറക്കുമുള്ളൂ. ഇതെന്താണ്? ഇത് വേറെ, ഇത് വേറെ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒരു സ്പൂൺ തരുമോ? 3 ടേസ്റ്റ് ചെയ്ത് നോക്കാനാ? അക്കുൻ്റെ അമ്മ ഏതാ? ഇതോ? ഇത് ഷിക്കുവിന്റെ വീട്ടിലുള്ളതാണ്. പറഞ്ഞ പോലെ 6 കിലോ പൊരിച്ചത്രേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞ 6 കിലോ. നല്ലതല്ല. അല്ല, ഒരു 5 കിലോ മതി. ഇപ്പൊ ഇത് 3 കിലോ. ഈ പ്ലേറ്റത്തെ അടിപൊളി. ഈ പ്ലേറ്റ് എല്ലാം ഒരുപോലെ. പ്ലേറ്റ് വേറെ അയക്കുന്നു. ഇതൊന്നും കൂടി രസമുണ്ട്. ഉടഞ്ഞു പോവാ. ഓരല്ല, അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ മസ്റ്റ് കഴിക്കും. നമ്മളിന്ന് കഴിച്ചിട്ടില്ലല്ലോ. വെറും ഇത് വെന്തിട്ടില്ലല്ലോ. വെന്തിക്കണോ? നല്ല ആവി പറക്കുന്ന ബീഫ് കേട്ടോ. ഇന്നലെ വിറകടുപ്പിൽ നമ്മള് വെച്ചത്, വിറക് തീർന്നപ്പോ നേരെ ഗ്യാസ് കിട്ടിയല്ലേ. എല്ലായിടത്തും ഞാൻ തിരിച്ചു കേട്ടിക്കണ്, ഗ്യാസ് തീർന്നപ്പോ വിറകിലോട്ട് കയറ്റിയെന്ന്. അല്ല എന്താന്നറിയോ, മറ്റേത് വിറക് എടുക്കാൻ പോവാൻ പേടിക്ക. മറ്റേ ഇത് ഇവിടെ പോണം, പറമ്പിലോട്ട്. എല്ലാം നല്ലവർക്ക്. എല്ലാം ഞാൻ തന്നെ കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വാ. ഇത്രയും പറഞ്ഞിട്ട് രാത്രി ആരും കാണാതെ പോയിട്ട് മുണ്ടോടെ വിസിറ്റിടുന്നിട്ട് എന്നോടൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് വന്ന്. ഇപ്പം വിളിച്ചാൽ തന്നെ ഒരു ട്രിപ്പ് മാനന്തവാടി പോയിട്ട് വരാം.
മറ്റേ പോത്തിനോട് വേദം കയറില്ലേ നമ്മളെന്താ അല്ല അപ്പൊ പിന്നെ എന്തിനാ ഇവിടെ അഭിപ്രായം ചോദിക്കണ കാര്യം? അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ ചിന്ന അഭിപ്രായം ചോദിക്കുന്ന നമ്മളോട്. ഇപ്പൊ ഇന്നലെ അഭിപ്രായമൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ഇനി KSRTC പോണോ വേണ്ട അഭിപ്രായം കേട്ടാ തോന്നുന്നു എല്ലാം എടുക്കും. സോ ഗൈസ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നോക്കി. അവില് എത്ര 4 എണ്ണോ? അവില് 4, തുറമാക 2. ഇതെന്താ എണ്ണ? ഇതായിരിക്കാം അതൊക്കെ പിന്നെ ചമ്മന്തി പൊടി, അച്ചാറ്, പൂളപ്പൊരി, ചിപ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പാക്ക് ചെയ്ത് തുടങ്ങിയാൽ മതി. പൂളൊക്കെ വാങ്ങണോ? ഓക്കെ, സെറ്റാക്കാം. സോ ഗായ്സ്, രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം ടൗണിലൊക്കെ ഒന്ന് പോയി ഒന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റപ്പ് ആയിക്കണ്. കഴിഞ്ഞ ആഴ്ച മുടി വെട്ടിയ, വീണ്ടും മുടി വെട്ടി. ഞാൻ നിങ്ങളിവിടെ നോക്കിയേ, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്ന് കാണിച്ചു തരാം. ഇതാ കപ്പ വറുത്തത് 2 ടൈപ്പിലും, എരിവുള്ളതും എരിവില്ലാത്തതും. ഇത് ചിപ്സ്, ഇത് 2 ചിപ്സ്. ഇത് സ്വീറ്റ് ചിപ്സ്, 2 മിച്ചർ, അച്ചാറ്, അവില് വിളയിച്ചത്, ചെമ്മീൻ ചമ്മന്തി അല്ലേ, ചമ്മന്തിപ്പൊടി, തുറമാങ്ങ, ഇത് വെളുത്തുള്ളി അച്ചാറ്. ഇത് സിദ്ധിയാപ്പൊക്കെ ഉള്ളതാണ്. ഇതോ അക്കൂനുള്ള വെളുത്തുള്ളി അച്ചാറ്. ഇത് ബീഫ്. ഇത് രണ്ടും ഷിങ്കുവിൻ്റെ അടുക്ക് അല്ലേ. ഇത് സിദ്ധിയാപ്പൊക്കെ ഉള്ള ബീഫ്, ഇത് അക്കൂനുള്ള ബീഫ്. പിന്നെ ഇതാ 200 പത്തിരി ബീഫിൻ്റെ കൂടെ പിടിക്കാൻ. നൈസ് പത്തിരി 200. ദുബായിൽ എല്ലാവർക്കും കഴിക്കാം. ഇത് അക്കൂന് മിച്ചറും പൂളപ്പൊരിയും. പിന്നെ അക്കൂന് എന്താണിത് നേരത്തെ കാണിച്ചാൽ. പിന്നെ പെട്ടിയിൽ സ്ഥലം ഉണ്ടായതുകൊണ്ട് ഒരു 15 കിലോ കപ്പയും മേടിച്ചിക്കണ്. പിന്നെ ഇത് മാങ്ങ, അനുവിന് മാങ്ങ. ഇതെന്താ സാധനം? പുളിയച്ചാറ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതാർക്കാ? അക്കൂന് ഇഞ്ചി. അക്കു കുക്കിംഗ് ഒക്കെ തുടങ്ങിയോടെ. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. ഒറ്റ പേടിയുള്ളൂ, ഇന്നൊന്നും ലീക്കാവരുത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്തത് ഞാൻ ഇവരോട് പറഞ്ഞ ഇവര് പാക്ക് ചെയ്യരുത് എന്ന്. ഇവര് കാണണ്ടേ എന്നാലും പാക്ക് ചെയ്യരുത്. ഇത് ഞാൻ പാക്ക് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് പാക്ക് ചെയ്യാൻ പറ്റൂല. എന്ത് ഞങ്ങൾ കൊറേ കൊടുത്തയച്ചതട്ടോ ആണ്. ആയിക്കോട്ടെ. ഇതില് ഒന്ന് ലീക്കായാല് ഇവരെ പേര് എന്നെ പറഞ്ഞാൽ മതി. അത് 2 പാക്കറ്റ് ആക്കി നമ്മൾ ഒന്നും കൂടെ പാക്ക് ചെയ്യാം, കവർ ഇല്ലാത്തോണ്ട്. പത്തിരി ഇത് തുറന്നിട്ട് പാക്ക് ചെയ്യാം അല്ലേ. ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവില്ല. അതൊന്നും കൂടി ചെയ്യാം. ഇത് എങ്ങനെ അല്ല ഓരെന്താ ചെയ്തിക്കണേ നോക്കട്ടെ. ഒരു ചെറിയൊരു റാപ്പ് ചെയ്തിക്കണേ, പക്ഷെ അത് പോരാ. അതൊന്നും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടിയും കവർ എടുത്തോളി. അപ്പം ഇത് 50 വെച്ചിട്ട് മൊത്തം സിദ്ധിയാപ്പൊക്കെ 50. പിന്നെ അക്കുവിൻ്റെ അവിടെയൊക്കെ 50. എല്ലാവർക്കും അക്കുവിന് വേണ്ട. ഞാൻ പറയട്ടെ, സിദ്ധിയാപ്പാക്കുള്ള കൊടുക്കാനുള്ള ഒക്കെ ഒരു പെട്ടിയിലാക്കുക. ഒരു പെട്ടി തുറന്നാൽ മതി. അല്ല അത് വിഷയല്ല, പെട്ടി വലിയ വിഷയമൊന്നുമില്ല. പേപ്പർ വേണോ? പേപ്പർ എന്തിനാ? പേപ്പർ ഉണ്ടായിക്കോട്ടെ. നല്ല വെയിറ്റ് ഉള്ളത് എന്ത് ചെയ്യാം, ഡ്രസ്സിന്റെ പെട്ടിയിലോട്ട് ഇടാം. മനസ്സിലായോ? ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും, നിങ്ങൾ കാണുന്ന പോലെ അല്ല. പുതിയ സ്റ്റാപ്ലർ ഇട്ടോ, പിന്നിട്ടോ. ഇപ്പൊ സമയം 1 മണി കഴിഞ്ഞില്ലേ? 4 മണിയോ 5 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇനി ഇത് പാക്ക് ചെയ്യാ, കുളിക്കുക, മാറ്റുക, പോവാ. പിന്നെ നമ്മളെ വണ്ടി ഞാൻ കഴുകി കുട്ടപ്പനാക്കിയിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇറങ്ങുമ്പോൾ കാണിച്ചു കൊടുക്കാം. പോയി ഏറെക്കുറെ പോയി. ഇനിയൊരു 5% അത് ഞാൻ റേസ് ആക്കിയതാണ്. പറ്റൂലടാ.
8 മണിക്ക് 10:30 എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ മുന്നെങ്കിൽ 8 മണിക്ക് അവിടെ ഉണ്ടായിക്കോ ആ എന്നാ വൈകുന്നേരക്കുള്ള ബുക്ക് ചെയ്ത് കൊടുക്കുന്നാല് അവരോട് പറയും ഇങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് കൂടുതലുണ്ട് മറ്റേത് ഫുൾ അയക്കണെന്ന്. സോ ഗായ്സ് നമ്മളിതാ പാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാ ആദ്യം പൂള വെച്ചാലോ തട്ടെ ഓരോന്ന് എടുത്തേട്ടുമ്മ ബേക്കറി വേണോ ആദ്യം ബീഫ് വേണോ അല്ല പത്തിരി അങ്ങനത്തെ പത്തിരി അടിയിൽ വെക്കണ്ട പിന്നെ നുറുങ്ങി പോകാത്ത സാധനമാണ് പത്തിരി. പത്തിരി ആണോ എന്നാല് അവില് വെച്ച് എല്ലാ ഡ്രസ്സിലൂടെ ഇതിലെന്താ വെക്കുക ഉമ്മ മൈക്ക് എവിടെ വെച്ച് ഒന്നെങ്കിൽ അത് ഇങ്ങെടുത്തായിട്ട് ഇല്ല കുത്ത് ആ ബീഫ് വന്നോ ബീഫ് എടുത്ത ബീഫ് ഓക്കെ അല്ല അതൊക്കെ നമുക്ക് എടുക്കാം. ആ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ അല്ലേ നമ്മൾ സാവധാനം എടുത്തു കൊടുക്കും അവർക്ക്. മിച്ചർ അങ്ങനത്തെ സാധനം താട്ടെ വെച്ചര എല്ലാം വെക്കാം. പേര് എത്താത്തത് അക്കുവിൻ്റെ മിച്ചർ കേട്ടോ. എല്ലാം അയ്യവാ പൂളപ്പൊരി എന്തായാലും പൊടിയും. അതെന്താ വെളുത്തുള്ളി അച്ചാറാ ഇതാട്ടെ ഇതിവിടെ ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി പത്തിരി വെക്കാനുണ്ട് പിന്നെ നോ ടെൻഷൻ. ആ കപ്പയെ കൂടി എടുക്ക്. പിന്നെ ഒറ്റ ബോക്സ് ആക്കിയാൽ ഹലോ കോഴിക്കോട് അപ്പം രണ്ടാളും കേട്ടോ. ഈ അച്ചാർ കൂടി തട്ടെ ആ എണ്ണയും തട്ടെ. അതാ ഒരു വെളുത്തുള്ളി അച്ചാർ അതാണ്. ഓക്കെ അല്ല അത് വെയിറ്റ് നോക്കിയിട്ട് വേണം. പിന്നെ ഒന്ന് കട്ട് ചെയ്തോ നമുക്ക്. നമ്മളിതാ പാക്കിംഗ് പക്ക ആയിട്ടുണ്ട്. ഈ വലിയ പെട്ടിയിൽ 28.9 കിലോ ഇതൊരു കപ്പ് എടുക്കാൻ നമുക്ക് ഞങ്ങൾ ഇത് എൻ്റെ ഷിങ്ങുവിൻ്റെ ഡ്രസ്സ് മൊത്തം ഇല്ലാണ് ഈ പെട്ടി പോയതാ. ഇതിപ്പോ 21 25 കിലോ ഉണ്ട്. ഇത് ഷിങ്കുവിന്റെ ഹാൻഡ് ലഗേജ് 7 കിലോ. അത് 6.1 ആ കുഴപ്പമില്ല 7 കിലോ വരെ പറ്റും. ഇനി എന്റെ ഒരു ലാപ്ടോപ്പ് ബാഗ് കൂടി ഉണ്ടാവും. അതോടുകൂടി ഓൾ സെറ്റ്. ഓക്കെ ഇപ്പം ലഗേജ് ഒക്കെ റെഡി. ഇപ്പൊ സമയം എന്തായി? 2 മണി. വണ്ടി ആ വണ്ടി ഇറങ്ങുമ്പോ കാണിക്കാ വെച്ചിട്ടാ.
അപ്പം സമയം ഇപ്പോൾ 2 മണി. അപ്പം എല്ലാ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പോയിട്ട് ടോക്കിയോ കഴിക്കാനല്ല. അല്ല, എനിക്ക് പോകുമ്പോ അതിനെ മിസ് ചെയ്യും. അപ്പൊ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഓൻ അതിലുണ്ടാവുമല്ലോ. എനിക്ക് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. എക്സ്ട്രാ വീഡിയോ എടുത്ത് വെച്ചാൽ അപ്പം പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നാളെ അല്ല, ഇറങ്ങുന്ന വീഡിയോ മുതൽ നമ്മൾ അടുത്ത വീഡിയോ ആയിരിക്കും. ഇപ്പോൾ പാക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പം വൈകിട്ട് ഇറങ്ങും. അളിയനും ഭാവിയും ആണ് നമ്മൾ കൊണ്ടാക്കുന്നത്. നമ്മൾ ഇന്നോവയിലായിരിക്കും പോവുക. അപ്പം ഒക്കെ വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ദുബായിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം. നമുക്കൊരു മീറ്റപ്പ് ആക്കാം, കാണാം. ഓക്കെ, അപ്പൊ see you then until next video. ബൈ ബൈ.